ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ, കണ്ണൂർ ജില്ലയിലെ ഒരു ചെറുപ്പക്കാരൻ കല്യാണത്തിന് അടുപ്പിച്ച സമയത്ത് എൻ്റെ അടുത്ത് വന്ന് സങ്കടം പറയാണ്, 50,000 ഉറുപ്പ്യ വേണം. ഞാൻ ചോദിച്ചതിനാ മഹർ വാങ്ങാനാ? മഹർ വാങ്ങാനാണോ എന്ന് ചോദിച്ചു. ഈ കുട്ടി പറയാണ്, അല്ല പിന്നെന്തിനാണ്, മഹർ വാങ്ങാനല്ല. അന്ന് മഹറിന്റെ വില ഇപ്പോഴാണ് 60 ആയത്, അന്ന് 50ന്റെ അടുത്തേ ഉള്ളൂ. ആ സമയത്താണ് ഈ ചെറുപ്പക്കാരൻ വന്നിട്ട് എന്നോട് പറയുന്നത് 50,000 ഉറുപ്പ്യാണ്. ഞാൻ ചോദിച്ചു എന്തിനാണ്? ഉമ്മാക്ക് ചോക്ലേറ്റ് കൊണ്ടുപോകാൻ. ചോക്ലേറ്റ് ജാഥ വിളിക്കണം പോലും. പുതിയ സംസ്കാരങ്ങൾ കൊണ്ടുവരാണ്. ഇസ്ലാം പഠിപ്പിക്കാത്ത പുതിയ പുതിയ സംസ്കാരങ്ങൾ കൊണ്ടുവന്ന് വൈവാഹിക ജീവിതത്തെ കൊണ്ടുപോയി ജനങ്ങൾക്ക് തീരെ പറ്റാത്ത രൂപത്തിലേക്ക് അതപ്പതിക്കുന്ന ചിന്താഗതികള്. എന്റെ വയല് കേൾക്കുന്ന ചെറുപ്പക്കാരാ, എന്റെ വയല് കേൾക്കുന്ന ഉമ്മ, ഒരിക്കലും നമ്മളെ മക്കളോട് ഇങ്ങനെ ക്രൂരത ചെയ്യുന്നവരാകരുത്. അവർക്ക് വിവാഹം കഴിക്കാൻ ഇസ്ലാം പറഞ്ഞത് എന്താണെന്ന് അറിയോ? യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ്. മഹർ കൊടുക്കാൻ, ചെലവിന് കൊടുക്കാൻ നിങ്ങളെ കയ്യിൽ പണമുണ്ടോ വിവാഹം കഴിച്ചു എന്നാണ്. അല്ലാതെ ചോക്ലേറ്റ് റാലി നടത്താൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഇതുപോലെ നിക്കാഹ് കഴിയുന്നതിന്റെ മുമ്പ് പുതിയ ആപ്പിളക്ക് കഴുത്തിൽ കൊണ്ടുപോയി താലി ചാർത്തി കൊടുക്കണം. ഇത് ഇസ്ലാമിന്റെ വിവാഹമാണോ മുസ്ലിമേ? നീ മുസ്ലിമാണ് എന്ന് പറയുകയും ഏതോ മതക്കാരന്റെ ആചാരം കോപ്പി അടിച്ചിട്ട് കയ്യിന്റെ മേലെ മോതിരം ധരിപ്പിച്ചു കൊടുക്കുന്ന പുതിയ ആപ്പിളയായി അവളെ തൊടാൻ പറ്റാത്ത കാലത്ത് തുടക്കത്തിൽ തന്നെ ഹറാമ് ചെയ്തിട്ട്, സ്പർശനം കൊണ്ട് ഹറാമ് ചെയ്തിട്ട് വിവാഹം ചെയ്യുന്ന സ്വഭാവം മുസ്ലിമേ നിനക്ക് ഇസ്ലാമിലുള്ള കാലത്തോളം ഭൂഷണമാണോ? മുസ്ലിമാണെന്ന് പറയുന്ന കാലത്തോളം നിനക്ക് യോജിച്ചതാണോ? ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാസർഗോഡ് ജില്ലയിലും മറ്റൊക്കെ പ്രസംഗിച്ച പ്രസംഗങ്ങളിൽ വിശദമായി പറഞ്ഞതുകൊണ്ട് ഞാനിപ്പോ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഇടയ്ക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ഇരിക്കട്ടെ എന്റെ വയല് കേൾക്കുന്ന വിശ്വാസികളെ, അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മയുള്ളവരാകണം, ആ റബ്ബിനോട് നന്ദിയുള്ളവരാകണം, ദീനിന്റെ നിയമങ്ങളെ മുറുകെ പിടിക്കുന്നവരാകണം. ആരെങ്കിലും തന്ത വൈബ് എന്ന് പറയുമ്പോഴേക്ക് ഒലിച്ചു പോകുന്ന ഈമാനായി ഓ ഉപ്പമാരെ നമ്മളെ ഈമാൻ ചുരുങ്ങിപ്പോയി കൂടാ. ആരെങ്കിലും 6ാം നൂറ്റാണ്ടുകാരനാണ് എന്ന് പറയുമ്പോഴേക്ക് ഒലിച്ചു പോകുന്ന ഈമാനാകരുത് നമ്മളെ ഈമാന് എന്നാ ഞാൻ പറഞ്ഞത്. ഇരിക്കട്ടെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങിയിരുന്നു. കയ്യിലുള്ള കാലത്തുള്ള മൂല്യമുണ്ടല്ലോ, ആ മൂല്യത്തെ എന്നും സൂക്ഷിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നത്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, വിവാഹം കഴിക്കുന്ന സമയത്ത് എങ്ങനെയാണോ ഭാര്യനോട് പെരുമാറുന്നത്, ആ ഒരു പെരുമാറ്റം മരണം വരെ പെരുമാറാൻ കഴിയണം. ഇവളേതായാലും എന്നെ വിട്ടെവിടെയും പോകൂല എന്ന് തോന്നുമ്പോ നാട്ടുകാരോട് പറയാൻ പറ്റാത്ത തെറിയൊക്കെ ഭാര്യകൾ കണ്ട ഗതികേടുണ്ടാക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ. ഓ ചെറുപ്പക്കാരാ, നമുക്ക് ഭൂഷണമല്ല. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവർ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അഹ്സനുക്കും മഖ്ലാഖാ, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സൽസ്വഭാവികളാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി. പള്ളി കമ്മിറ്റിയിൽ വരുമ്പോൾ നല്ല സ്വഭാവം വേണമെന്ന് ഞാൻ പറയേണ്ടില്ല. കാരണം പ്രസിഡന്റാണ്, ട്രഷറർ